Hello guys, all of you welcome back to my channel. In this video, we will see BOYA by-M1 microphone unboxing and review. So, I have a very quality product. So, this mic is beginner YouTubers best microphone. So, we product unboxing and review. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ആ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തും ഒരു ചെറിയൊരു പാക്കിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ള ബില്ല് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വാങ്ങിയിട്ടുള്ളത് 720 രൂപയ്ക്കാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ BOYA M1 മൈക്രോഫോണിൻ്റെ പാക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഇടത്തെ സൈഡിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ട ഡിവൈസ് കണക്ട് ചെയ്യേണ്ട ഒരു സിമ്പിളും നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് നമുക്ക് ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമേ തന്നെ ബോയയുടെ ലോഗോ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് നമുക്ക് കുറച്ച് ആൻസേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സൗണ്ടൊക്കെ ഫിൽറ്റർ ചെയ്ത് വരാനും ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പോഞ്ചായിട്ടുള്ള വിൻഷീൽഡാണിത്. മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് കിടക്കാം. പിന്നെ വന്നിട്ടുള്ളത് 3.5 mm ഒരു കാസ്റ്ററും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് വലിയ ആംപ്ലിഫയറിലും മൈക്രോഫോണിലും കണക്ട് ചെയ്യാനുള്ള ഒരു കാസ്റ്ററാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ കവറിൽ നിന്ന് റിമൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബട്ടൺ സൈസുള്ള ബാറ്ററിയാണ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നത്. LR44 ബാറ്ററി. നമുക്ക് ഈ ഒരു ബാറ്ററി ആയിരിക്കും നമുക്ക് ബാറ്ററി ഇട്ടായിരിക്കും നമുക്ക് ഈ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലിപ്പിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റിലായിട്ടുള്ളൊരു ക്ലിപ്പ് തന്നെയാണിത്. ഈ ഒരു ക്ലിപ്പാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൈക്കൊക്കെ ഹോൾഡ് ചെയ്ത് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൈക്കിലോട്ട് വരുമ്പോൾ തന്നെ ഇതാണ് നമ്മൾ മൈക്കിൽ ക്യാച്ച് ചെയ്യുള്ളൂ. ഈ ഒരു മൈക്രോഫോണിലായിരിക്കും നമ്മൾ വോയിസൊക്കെ ക്യാച്ച് ചെയ്യുന്നത്. നമുക്ക് അയച്ചു വെച്ചിട്ട് നമുക്ക് സ്ട്രിപ്പ് അടിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല ലോങ് ലെങ്തി ആയിട്ടുള്ള വയറുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം നല്ല എല്ലാ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ മൈക്രോഫോൺ. അപ്പോൾ നമുക്ക് ഇനി ഈ ആക്സസറീസ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഈ ക്ലിപ്പ് നമുക്ക് മൈക്രോഫോണോട്ട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇൻഷീറ്റ് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇൻഷീറ്റ് അറ്റാച്ച് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫൈനൽ സ്റ്റേജായിട്ട് നമുക്ക് ബാറ്ററിയും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി, അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് ഈ കാണുന്ന ഈ സർക്യൂട്ടറിയിലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 മോഡ്യൂൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ക്യാമറ മോഡ്യൂളും ഒന്ന് സ്മാർട്ട് ഫോൺ മോഡ്യൂളും. അതായത് DSLR ക്യാമറയിലാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ DSLRൻ്റെ ക്യാമറയിൽ, അല്ലാതെ സ്മാർട്ട് ഫോണിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ മോഡ്യൂൾ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ സ്മാർട്ട് ഫോണാണ് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോണുള്ള മൊഡ്യൂളാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബാറ്ററി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ബാറ്ററി സോക്കറ്റ്, ഈ ഒരു സോക്കറ്റിനകത്താണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി കണക്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ നമ്മുടെ മൈക്രോഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഈ അസംബ്ലി എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ BOYA M1 എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് റിവ്യൂവിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൂ, ഞാൻ വലിയ ടെക് റിവ്യൂ ഒന്നും അല്ല, എങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ ഞാൻ BOYA M1 കണക്ട് ചെയ്തതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, മുമ്പ് മൈക്രോഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പും കണക്ട് ചെയ്തതിന് ശേഷവും തമ്മിലുള്ള ഓഡിയോ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞാൻ നേരിട്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയത്തക്കത്ര ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു പോക്കോ X3 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് അതിൻ്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അത് ക്വാളിറ്റി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഓഡിയോയുടെ ഇഷ്യൂ ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മൈക്ക് വാങ്ങി. ഇപ്പം ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ള ധാരണയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കണ്ടന്റും കൂടെ, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി BOYA by-M1 എന്ന് പറയുന്ന മൈക്രോഫോണിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് BOYA M1 എന്ന മൈക്രോഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡോറിനകത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓഡിയോ ക്ലാരിറ്റി. അപ്പോൾ നമുക്ക് ഈ ഇൻഡോറിൽ നിന്ന് മാത്രം ഓഡിയോ ചെക്ക് ചെയ്താൽ പോലും നമുക്ക് ഔട്ട്ഡോറിലും കൂടെ പോയി ഓഡിയോ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലും കൂടെ പോയി ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ BOYA M1ൻ്റെ ഓഡിയോ ചെക്കിംഗ് ആയിട്ട് നമ്മൾ ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയ പോർഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഓഡിയോ ചെക്കൗട്ട് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ചില കാക്കകളുടെ, കിളികളുടെയും കുറച്ച് കാറ്റിൻ്റെയും പിന്നെ അതിനേക്കാൾ നല്ല കഠിനമായിട്ടുള്ള വെയിലും ചൂടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് അധികം ഇവിടെ നിന്ന് വെന്തുരുകാതെ നമുക്ക് ആദ്യം മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ചെക്കിങ്ങോട്ട് പോകാം. ദെൻ ഗൈസ്, ഞാനിപ്പോൾ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ചെക്കൗട്ടിലൂടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ക്ലാരിറ്റിയാണ് നമുക്ക് ഈ BOYA M1 എന്ന മൈക്രോഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മൈക്രോഫോണിനെ കുറിച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഓഡിയോ കമ്പാരിസണിലൂടെ ഈ ഒരു ഓഡിയോ കമ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ കൊറോണയെ മാസ്ക് കൊണ്ട് നേരിട്ടതുപോലെ നമ്മുടെ ഈ അതികഠിനമായിട്ടുള്ള വെയിൽ നമുക്ക് സൺസ്ക്രീൻ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ SPF എന്നുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് നമുക്കിനി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലുള്ള ഒരു പ്ലേസിൽ പോയി നമുക്കിനി ഈ ഒരു ഓഡിയോ ചെക്കൗട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പെട്ടെന്നുള്ളൊരു റിവ്യൂ ആയിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഈ മൈക്കിൻ്റെ ഓഡിയോ ചെക്കൗട്ടിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കേൾക്കാനും പറ്റും. ഇവിടെ നല്ല നദിയുടെ ഒഴുക്കും കാര്യങ്ങളും സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൗണ്ടൊക്കെ മൈക്ക് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് BOYA by-M1 എന്ന് പറയുന്ന മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുള്ള സൗണ്ട്. പിന്നെ എനിക്ക് ഈ മൈക്രോഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മൈക്രോഫോണിൻ്റെ സ്ക്രാപ്പ്, അതായത് നല്ല ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്ക്രാപ്പ് നിങ്ങൾ അഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അത്യാവശ്യമല്ല ദൂരോട്ട് പോയി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദൂരോട്ട് പോയി എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് അഴിക്കാവൂ, അല്ലാത്തപ്പോൾ നിങ്ങൾ അഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇത് ടാങ്കിലാവാനും ഒരുപാട് തറയിൽ കിടന്ന് എഴഞ്ഞ് ചീത്തയായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അഴിക്കാതിരിക്കുക. എൻ്റെ ചാനലിൽ കഴിഞ്ഞ വീഡിയോയിൽ വരെ കേട്ടുകൊണ്ടിരുന്ന ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു ഓഡിയോ ക്വാളിറ്റിയിലായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ BOYA M1 എന്ന് പറയുന്ന മൈക്രോഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ അവൈലബിൾ ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യരുത്. പറയാൻ കാരണം, നമ്മുടെ ഈ മൈക്രോഫോണിൻ്റെ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മൈക്ക് കണ്ടത്, മൈക്കിൻ്റെ വില 800 സംതിങ് രൂപയ്ക്കാണ് ഞാൻ ഇത് കണ്ടത്. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ നിങ്ങളിത് ഓർഡർ ചെയ്യുന്നത്, ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ടു കാർട്ടിൽ അടിച്ചിട്ടിരുന്നാൽ മതി. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യം കണ്ടത് 800 സംതിങ് രൂപയ്ക്കാണ് കണ്ടത്. ഞാൻ വാങ്ങിച്ചത് 720 രൂപയ്ക്കാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഞാൻ കണ്ടത് 640 രൂപയ്ക്ക് കണ്ടതാണ്. അപ്പോൾ
അപ്പോൾ എത്രത്തോളം വില കുറയുമെന്ന് നോക്കിയിട്ട് അപ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇതൊരു മോണോ മൈക്രോഫോൺ അല്ല, സ്റ്റീരിയോ മൈക്രോഫോണാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. കാരണം നമ്മളുടെ ഇടയിലും ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യമേ വില കൂടിയ മൈക്കിൾ വാങ്ങിക്കുന്നതിന് പകരം അതുപോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ളത് മൈക്രോഫോൺ വില കുറഞ്ഞ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദയവേത് ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.